ഹൈദരാബാദിലെ സെയ്ദാബാദിലുള്ള സക്സസ് ജൂനിയർ സ്കൂൾ വിദ്യാർത്ഥികളിൽ ഇസ്ലാമിക പ്രാർത്ഥനകൾ അടിച്ചേൽപ്പിക്കുന്നതായി ആരോപണം. 2ാം ക്ലാസ്സുകാരനായ ഒരു ഹിന്ദു വിദ്യാർത്ഥിയോട് അധ്യാപിക നിർബന്ധപൂർവ്വം കൽമ പഠിക്കാൻ ആവശ്യപ്പെട്ടതായി BJP നേതാവ് മാധവിലത വെളിപ്പെടുത്തുന്നു. വിവാദമുണ്ടായപ്പോൾ മുസ്ലിം അധ്യാപികയെ പുറത്താക്കി മാനേജ്മെന്റ് തടിയൂരാൻ ശ്രമിക്കുകയാണെന്നും ഇത് വലിയൊരു കെണിയാണെന്നും മാധവിലത വ്യക്തമാക്കി. ഹൈദരാബാദിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്ന നിർബന്ധിത മതപഠനത്തിനെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചതിന് പിന്നാലെ വിഷയത്തിൽ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP നേതാവ് മാധവിലത. സ്കൂളിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നുമാണ് മാധവിലത ആരോപിക്കുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഹിന്ദു കുട്ടിയോട് ക്ലാസ് മുറിയിൽ വെച്ച് ഇസ്ലാമിക വിശ്വാസ പ്രമാണമായ കൽമ പഠിക്കാൻ അധ്യാപിക നിർബന്ധിച്ചതായാണ് മാധവിലത ചൂണ്ടിക്കാട്ടുന്നത്. സംഭവം വിവാദമായതോടെ പാവപ്പെട്ട ഒരു മുസ്ലിം അധ്യാപികയെ ജോലിയിൽ നിന്ന് പുറത്താക്കി മാനേജ്മെന്റ് കൈകഴുകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് കേവലം ഒരു തന്ത്രം മാത്രമാണെന്ന് മാധവിലത പറയുന്നു. സ്കൂൾ മാനേജ്മെന്റ് പൂർണ്ണമായ പിന്തുണയും അനുമതിയുമില്ലാതെ ഒരു അധ്യാപികയ്ക്ക് മാത്രം ഔദ്യോഗിക സ്കൂൾ ഡയറി വഴിയോ അല്ലാതെയോ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ലെന്നാണ് BJP നേതാവിന്റെ പക്ഷം. ऐसे गरीब मुसलमानों को इस्तेमाल करना ही सक्सेस जैसे मैनेजमेंट इंस्टीट्यूशंस काम करते हैं. ये जाल बिछाना है, स्कूल के अंदर लेना है. आपको पता है वहाँ पे एक हिंदू मेल को प्रिंसिपल लगाया गया है. क्यों? उनको देखकर हिंदू बच्चे आएंगे ताकि उनको ऐसा धर्म परिवर्तन करवा सके, उनसे कलमा पढ़वा सके. सक्सेस एक ऐसा स्कूल है जहाँ पर इस्लामिक एजुकेशन वहां पर हो रहा है, पार्ट ऑफ दी करिकुलम है उन लोग. लेकिन आप दूसरे धर्म के ऊपर ये नहीं थोप सकते आप, और इसको आप छोटे मामला बताते हो. आप अगर मामला इतना छोटा लगता है तो मैं सवाल करती हूँ चेयरमैन से, सक्सेस स्कूल के चेयरमैन से, तो आप भी माथे पे टीका लगा लो, भगवा का शॉल डाल लो, चलो मेरे साथ जय श्री राम बोलो, मेरे साथ आप भी भगवद गीता पढ़ो. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക നുംഗോയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വിഷയത്തിൽ ഇടപെട്ട് തെലങ്കാന സർക്കാരിനും പോലീസിനും നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് മാധവിലതയുടെ നിർണായക പ്രതികരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇത്തരം മതപരമായ കടന്നുകയറ്റങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ജനം, ഡൽഹി.